എൻ്റെ കാലുകൾ ചുംബിച്ച് ഈശോ പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നു. ഈശോ ബലിപീഠത്തിനടുത്ത് വന്നു. തിരുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ ബലിപീഠത്തിനടുത്ത് വന്നു നിന്നു. ദൂതന്മാരെത്തി, സകല വിശുദ്ധരും മാലാഖമാരും വന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളും വന്നു. പിന്നെ പരിശുദ്ധ ത്രിത്വവും വന്നു. ഓരോ തവണയും ബലിയർപ്പിക്കാൻ വേണ്ടി ദേവാലയത്തിൽ എത്തുമ്പോൾ അൾത്താര സ്വർഗത്തിന്റെ അതേ പ്രതീതിയിൽ ഒരുങ്ങുകയാണ്. എല്ലാവരും വന്നു നിന്നു കഴിഞ്ഞു. ഞാൻ പകുതി വഴി വന്നെത്തിയതേയുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പാത്രവും താലവുമെല്ലാം ഇരിക്കുകയാ. അതൊന്നും മേടിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്നും കാലൊക്കെ കഴുകി ചുംബിച്ചിട്ട് ഈശോ ഇങ്ങു പോന്നു. ഞാൻ പകുതി വഴിയെത്തിയപ്പോൾ ഈശോ പറഞ്ഞു, ഇവിടെ നിൽക്ക്. 2 പ്രാവശ്യം പറഞ്ഞു, അവിടെ നിൽക്കുക. എന്നിട്ട് ഈശോ ചോദിച്ചു, നിനക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു, ഈശോയെ, 1-2 പേരോട് എൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്. കുമ്പസാരിച്ചിട്ടാണ് വന്നത്. ഈശോ പറഞ്ഞു, എൻ്റെ മോളെ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ഈ ബലി പൂർണ്ണതയിൽ പൂർത്തിയാവുകയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ആർക്കെങ്കിലും നിന്നോടെന്തെങ്കിലും വിഷമമോ പിണക്കമോ ഉണ്ടെങ്കിൽ തിരിച്ചു ചെന്ന് അവരോട് ക്ഷമ ചോദിച്ചു കൊള്ളണമെന്ന്. പിന്നെ എന്തിനാ ബലിയർപ്പിക്കാൻ വന്നത്? അത് അവിടെ വച്ചിട്ട് തിരിച്ചു പോയിക്കോ. പോയി അവരോട് ക്ഷമ ചോദിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി. നീ എന്ന് വന്നാലും അന്ന് വരെയും ഞാനിവിടെ കാത്തിരിക്കും. ഞാൻ ഒരിക്കലും മടുക്കുകയോ ഇട്ടേച്ചു പോവുകയോ ചെയ്യുകയില്ല. മോള് ബലിവസ്തു അവിടെ വെച്ചിട്ട് തിരിച്ചു പോയിക്കോ. ഞാൻ അതവിടെ വെച്ചിട്ട് തിരിച്ചുപോയി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചുനേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ചോദിച്ചു, ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ അർത്ഥമെന്താണെന്നറിയാമോ? ക്ഷമിക്കുന്ന സ്നേഹമെന്ന് പറഞ്ഞാൽ മറക്കുന്ന സ്നേഹമെന്നാണർത്ഥം. കുമ്പസാരക്കൂട്ടിൽ ഇതാ ഞാൻ ചെയ്യുന്നത്. ഞാൻ നീ ചെയ്തതെല്ലാം മറക്കുകയാണ്. അതുകൊണ്ടല്ലേ നിന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. പക്ഷേ നീ എല്ലാം ക്ഷമിച്ചെന്നൊക്കെ പറയും. ഒരു 10-20 വർഷം കഴിഞ്ഞ് ചോദിച്ചാലും നല്ല ഓർമ്മയാ എല്ലാ കാര്യങ്ങളും. വഴക്കുണ്ടാക്കിയ ദിവസം, പറഞ്ഞ വാക്കുകളും, അന്ന് നിന്ന സ്ഥലവും, അന്നിട്ടിരുന്ന ഡ്രസ്സും എല്ലാം നീ കൃത്യമായിട്ട് പറയും. അപ്പോൾ നീ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും മറന്നിട്ടില്ല എന്നല്ലേ അർത്ഥം. അതുകൊണ്ട് എത്രത്തോളം നീ മറക്കുന്നുവോ അത്രത്തോളം ക്ഷമിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കും. നിന്നോട് ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നീ പറയും, അത് ഞാൻ ഓർക്കുന്നില്ല എന്ന്. നിനക്കങ്ങനെ പറയാൻ പറ്റിയാൽ ഞാൻ പറയും, നീ ക്ഷമിച്ചെന്ന്. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയല്ലാതെ നിന്നെ വേദനിപ്പിച്ച ഒരു കാര്യവും നീ ഓർക്കരുത്. അതിനുവേണ്ടി നീ ശ്രമിക്കുകയും ചെയ്യുക. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വരിക. ഞാൻ നന്നായി ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, മറ്റുള്ളവർക്കൊക്കെ എന്നോട് ക്ഷമിക്കാൻ പറ്റിയോ എന്ന് ഞാൻ എങ്ങനെയാ അറിയുന്നത്? എന്നിട്ട് മറ്റുള്ളവർക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ബലിയർപ്പിക്കാമെന്ന് കരുതി. ഞാൻ പോരാനായിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഈശോ പറഞ്ഞു, ഹെബ്രായർ ലേഖനം 4:15 മോള് ഓർക്കുന്നില്ലേ? നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. അതിനാൽ വേണ്ട സമയത്ത് കൃപയും കരുണയും ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് ധൈര്യപൂർവ്വം കൃപാസനത്തിന് സിംഹാസനത്തെ സമീപിക്കാം. നിന്റെ പാപങ്ങളുടെയും ബലഹീനതകളുടെയും ഒരു ലിസ്റ്റ് കൊണ്ട് ഇരിക്കുകയല്ല ഞാനിവിടെ. നിന്നോട് കരുണ കാണിക്കാനാ ഞാനിവിടെ ഇരിക്കുന്നത്. നിന്റെ യോഗ്യത കൊണ്ട് ഈ ബലി ഒരിക്കലും പൂർത്തിയാവുകയില്ല. എൻ്റെ കരുണ കൊണ്ടാണ് ഈ ബലി പൂർത്തിയാവുന്നത്. ബലിപീഠത്തിൽ നിന്ന് കൃപയും കരുണയും ഒഴുകുകയാണ്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുക, നിന്നോടും നിന്റെ ശത്രുവിനോടും ഞാൻ ഒരുപോലെ കരുണ കാണിക്കണമേ എന്ന്. എന്നിട്ട് വരിക. ഞാൻ പറഞ്ഞു, കർത്താവെ, എന്നോട് കരുണ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ കാരുണ്യം എൻ്റെ ശത്രുവിനോട് കാണിക്കണമേ. ഈശോ പറഞ്ഞു, മോളെ, ബലിപീഠത്തിന് മുൻപിൽ നിന്ന് കള്ളം പറയണ്ട. കാരണം നിന്നോടും നിന്റെ ശത്രുവിനോടും ഒരുപോലെ കരുണ കാണിക്കുന്ന കാര്യം നിനക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാ. അപ്പോൾ പിന്നെ ശത്രുവിനോട് കൂടുതൽ കരുണ കാണിക്കണമെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടല്ല. എനിക്ക് നിന്റെ മനസ്സ് അറിയാം. നീ ഇത്രയുമെങ്കിലും പറയാൻ ശ്രമിക്കുക, നിന്നോടും നിന്റെ ശത്രുവിനോടും ഒരുപോലെ കരുണയായിരിക്കണമേ എന്ന്. നിനക്ക് നിന്നെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുപോലെ അവളെയും മാറ്റിക്കഴിയുമ്പോൾ നിനക്കവരെയും സ്നേഹിക്കാൻ പറ്റും. അവരോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വരിക. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, എല്ലാവരോടും കരുണയായിരിക്കണമേ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, ഇനി അതെടുത്തുകൊണ്ട് വരിക. ഞാനപ്പോൾ തിരിച്ചു വന്ന് ആ കാഴ്ചവസ്തുക്കളൊക്കെ എടുത്തു. ബലിപീഠത്തിന് അടുത്തെത്തിയപ്പോൾ ഈശോ വീണ്ടും ചോദിച്ചു, നീ എല്ലാവരോടും ക്ഷമിച്ചോ? ഇനി ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ദേവാലയത്തിലേക്ക് വരുന്ന ഓരോ പാദത്തിനുമൊപ്പം ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? നീ എല്ലാവരോടും ക്ഷമിച്ചോ? ഇത് ഈശോ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും, ബലിപീഠത്തിനടുത്ത് എത്തുന്നതുവരെ.
ഞാൻ എൻ്റെ പരമാവധി കഴിവ് ഉപയോഗിച്ചും ശ്രമിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ശത്രുവിനോടും എന്നോടും ഒരുപോലെ ക്ഷമിക്കണമേ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, എന്നാൽ അതിങ്ങ് തന്നേക്ക്. അപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് ആ കാഴ്ചവസ്തുക്കൾ വാങ്ങിച്ചത്. പിന്നീട് കർത്താവ് എന്നോട് പറഞ്ഞു, തിരുവസ്ത്രങ്ങൾ അണിയുക. കാരണം 1 പത്രോസ് 2:9 പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവുമാണ്. പുരോഹിത ഗണത്തിൽപ്പെട്ട നീ ഇവിടെ ബലിയർപ്പിക്കാൻ വന്നതാണ്, അല്ലാതെ കാണാൻ വന്നതല്ല. കുർബാന കാണാനല്ല വരുന്നത്, ബലിയർപ്പിക്കാനാ വരുന്നത്. പുരോഹിത ഗണത്തിലുള്ള ആളായതുകൊണ്ട് തിരുവസ്ത്രങ്ങൾ അണിയുക. ഞാൻ ചോദിച്ചു, എന്താണ് തിരുവസ്ത്രങ്ങൾ അണിയുക എന്ന് വെച്ചാൽ? ഈശോ പറഞ്ഞു, വൈദികൻ തിരുവസ്ത്രങ്ങൾ അണിയുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുമാത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരണമെങ്കിൽ, നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണമെങ്കിൽ എനിക്ക് 3 വർഷം വേണം. അച്ഛനിടുന്ന ഉടുപ്പിനെക്കുറിച്ച് മാത്രം പറയാൻ. അപ്പോൾ അത് നടക്കുകയില്ലാത്തതുകൊണ്ട് വൈദികനെപ്പോലെ ഒരു തിരുവസ്ത്രം ധരിച്ചിരിക്കുന്നുവെന്ന് കരുതുക. കാരണം പുരോഹിത ഗണത്തിൽപ്പെട്ട ആളായിട്ടാ നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ബലിയർപ്പിക്കാൻ. ബലിയർപ്പിക്കാൻ പുരോഹിതന് തിരുവസ്ത്രം വേണം. അപ്പോൾ നീ ഇതുമാത്രം അറിയുക, വൈദികനെപ്പോലെ നീയും തിരുവസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക. പിന്നീട് ഇതേക്കുറിച്ചെല്ലാം വളരെയധികം പറയുവാനുണ്ട്. പിന്നീട് കുർബാന പുസ്തകം എടുക്കുക. സ്വന്തമായി ഒരു കുർബാന പുസ്തകം നിനക്കുണ്ടായിരിക്കണം. എവിടെ പോയാലും ഇത് നിന്റെ ബാഗിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചേക്കുക. എല്ലാ സാധനങ്ങളും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കും. കുർബാന പുസ്തകവും ബൈബിളും മാത്രം കാണുകയില്ല കുട്ടികൾക്ക്. അതെല്ലാവർക്കും കൂടി ഒരെണ്ണം. ആത്മാവിന്റെ നിത്യരക്ഷയ്ക്കു വേണ്ടിയുള്ള സാധനം എല്ലാവർക്കും കൂടി ഒന്നേയുള്ളൂ. പരിശുദ്ധ കുർബാനയുടെ ഓരോ വാക്കിനും വള്ളിക്കും പുള്ളിക്കും കോമായ്ക്കും ഓരോ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അത് തെറ്റിച്ച് പറയാൻ പാടില്ല. അത് തെറ്റായി ഉച്ചരിക്കാൻ പാടില്ല. 10-50 വർഷം കുർബാന ചൊല്ലുന്ന അച്ഛന് ഇത് കാണാതെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല അച്ഛൻ പുസ്തകത്തിൽ നോക്കി ചൊല്ലുന്നത്. ഇതെല്ലാം നിന്റെ മുൻപിൽ തെളിവായിട്ടുണ്ട്. വൈദികൻ പുസ്തകത്തിൽ നോക്കിയാ ചൊല്ലുന്നത്. അപ്പോൾ നീ കയ്യും കെട്ടി നിൽക്കുകയാ. നീ ബലിയർപ്പിക്കാൻ വന്നതല്ലേ, അതുകൊണ്ട് നീ കുർബാന പുസ്തകം കയ്യിലെടുക്കുക. എന്നിട്ട് വൈദികൻ ചൊല്ലുന്ന ഭാഗം മുഴുവനും നിന്റെ ഹൃദയത്തിൽ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പോലും അത് കേൾക്കരുത്. നിന്റെ ഹൃദയത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇനി നിനക്ക് ചൊല്ലാനുള്ള ഭാഗങ്ങൾ ഉറക്കെ ചൊല്ലുക. കാരണം നിന്റെ സാന്നിധ്യം ദൈവം അറിയട്ടെ, നിന്റെ സ്വരം ദൈവം കേൾക്കട്ടെ. തൊട്ടടുത്തു നിൽക്കുന്ന ആളെങ്കിലും നിന്റെ സ്വരം കേട്ടിരിക്കണം. അങ്ങനെ ചെയ്യുക. ശുശ്രൂഷയുടെ ഭാഗം നീ ചൊല്ലേണ്ട, അത് ശുശ്രൂഷ ചൊല്ലിക്കൊള്ളും. ഒരു മാലാഖയ്ക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ശരിക്ക് അറിയുകയുള്ളൂ. അവരാണ് അവിടെ നിന്നിങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അവര് എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ലേഖനം വായിക്കുമ്പോൾ നീ എന്താ ശ്രദ്ധിക്കാത്തത്? ലേഖനം വായിക്കുമ്പോൾ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയില്ലായിരുന്നു. ഈശോ പറഞ്ഞു, മോളെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വരികയാ ചെയ്യുന്നത്. അത് നിനക്ക് വേണ്ടി വായിക്കാൻ. എന്റെ ദൂതനെ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാ. അതുകൊണ്ട് ലേഖനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി കുർബാന പുസ്തകം എടുക്കാൻ പറ്റിയില്ലെന്ന് കരുതുക. നീ വൈദികൻ ചൊല്ലുമ്പോൾ ആ കൂട്ടത്തിൽ ഹൃദയം കൊണ്ട് മാത്രം ആവർത്തിച്ചു ചൊല്ലുക. നിനക്ക് ചൊല്ലാനുള്ളത് ഉറക്കെ ചൊല്ലിക്കൊള്ളുക. ഇനി നിനക്ക് അറിയില്ലാത്ത ഭാഷയിലാണ് കുർബാന നടക്കുന്നതെങ്കിൽ കുർബാന തുടങ്ങുമ്പോൾ തൊട്ട് കുർബാന തീരുന്നതുവരെ പിതാവേ, ഈ ബലി സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാൽ മതി. കുർബാനയുടെ തുടക്കം മുതൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രാർത്ഥന വരെ ഈ പ്രാർത്ഥന ചൊല്ലണം. കാരണം നിന്റെ ബലി ദൈവം സ്വീകരിക്കണം. അല്ലെങ്കിൽ വല്ലവരും ബലിയർപ്പിക്കുന്നത് കണ്ടിട്ട് പോകാമെന്നേയുള്ളൂ. അതുകൊണ്ട് ഏലിയായുടെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പിതാവേ, ഈ ബലി സ്വീകരിക്കണമേ എന്ന്. കുർബാന പുസ്തകം പരമാവധി കൂടെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാം നിനക്ക്. ഇനി ഇതു കഴിഞ്ഞിട്ട് എന്നോട് ചേർന്ന് ബലിയർപ്പിക്കാൻ വരുമ്പോൾ ഈ ബലി അർപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് ചിലർ നിന്നോട് പറയും. അവരതിന് പറയുന്ന ഒരു വചനമുണ്ട്. ഹെബ്രായർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 11-ാം വചനം. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ച് അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ പുരോഹിതനും ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനാ എല്ലാ ദിവസവും ബലിയർപ്പിക്കാൻ പോകുന്നതെന്ന് നിന്നോട് ചോദിക്കും. അപ്പോൾ നീ ചോദിക്കുന്നവരോട് പറയണം, പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലിയുടെ കാര്യമാ പറയുന്നത്. അത് യേശുക്രിസ്തുവിന്റെ ബലിയല്ല. യേശുക്രിസ്തുവിന്റെ ബലി സകല പാപങ്ങൾക്കും പരിഹാരമായ ബലിയാണ്. അതുകൊണ്ട് അത് പുതിയ നിയമത്തിലെ ബലിയല്ല, പഴയ നിയമത്തിലെ ബലിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്.
ബലിക്കൊരു പ്രാധാന്യമില്ലായിരുന്നുവെങ്കിൽ ഹെബ്രായർ ലേഖനത്തിൽ ഞാനത് എഴുതുമായിരുന്നില്ല. ബലിയുടെ മഹത്വം ഞാൻ ഹെബ്രായരുടെ ലേഖനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായ ബലിയാണ് നീ എല്ലാ ദിവസവും ആവർത്തിച്ച് അർപ്പിക്കുന്നത്. അതെല്ലാ ദിവസവും ആവർത്തിച്ചർപ്പിക്കേണ്ട കാര്യവുമുണ്ട്. കാരണം ആ ബലി അർപ്പിച്ച ഞാൻ നിന്നോട് പറഞ്ഞതെന്താ? ഞാൻ വീണ്ടും വരുന്നതുവരെ ഇത് ചെയ്യണമെന്നാണ്. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത്? ഞാൻ വരുന്നതുവരെ ആവർത്തിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുക. 24 മണിക്കൂറും ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ നീ ഓർത്തുകൊള്ളുക. മലാക്കി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 11-ാം വചനമുണ്ട്. സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം എല്ലാ ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. രാത്രിയും പകലും സകല ജനങ്ങളുടെ ഇടയിലും ഈശോയുടെ നാമം മഹത്വപൂർണമായി ഉപയോഗിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ മാത്രമേയുള്ളൂ. അതുകൊണ്ട് ആ ബലി എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും ഏതെങ്കിലും സമയത്ത് കുർബാന ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. ധൂപവും കാഴ്ചയും അർപ്പിച്ചുകൊണ്ടാണ് ബലി അർപ്പിക്കുന്നത്. അത് എല്ലായിടത്തു നിന്നും ഉയരുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നീ ഓർത്താൽ മതി. അതുകൊണ്ട് പാപങ്ങൾ അകറ്റുന്ന ബലി തന്നെയാണ് അർപ്പിക്കുന്നതെന്ന് വിശ്വസിച്ച് ആവർത്തിച്ച് അർപ്പിക്കുക തന്നെ ചെയ്യുക. ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ വേണ്ടെന്ന് നിന്നോട് പറയാൻ ആർക്കാ അവകാശം? മറ്റുള്ളവർ പറയുന്നത് നീ എന്തിനു കേൾക്കണം? വചനം ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. വീണ്ടും ചിലപ്പോൾ നിന്നോട് ചിലർ പറയും, പാപങ്ങൾക്ക് പരിഹാരമായി ഇനിയൊരു ബലി അവശേഷിക്കുന്നില്ല എന്ന്. പാപങ്ങൾക്ക് പരിഹാരമായി വേറൊരു ബലിയും അവശേഷിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ ബലി മാത്രമേയുള്ളൂ. ഇനി വേറെ ബലിയൊന്നുമില്ല. ആ ബലി ആവർത്തിച്ചർപ്പിക്കണം. ഇനി വേറൊരു കാര്യം കൂടി ചിലർ പറയും നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഹെബ്രായർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം വചനഭാഗം വായിച്ച് ആ കാര്യത്തിന് ഉത്തരം കൊടുക്കാം നിനക്ക്. അവര് പറയും, ദേവാലയത്തിന്റെ തിരശ്ശീല നടുവേ കീറി. അന്ന് പൗരോഹിത്യം അവസാനിച്ചു, ഇനി പുരോഹിതനില്ല എന്ന് പറയും. അതായത് പൗരോഹിത്യമില്ല എന്ന്. ദേവാലയത്തിൽ തൂക്കിയിട്ടിരുന്ന തുണി കീറുന്നത് മാത്രമേ ആ മനുഷ്യർ കണ്ടുള്ളൂ. ഗാഗുൽത്തായിലെ കുരിശിൽ കിടന്ന് യേശുക്രിസ്തുവിന്റെ ശരീരം കീറുന്നത് അവർ കണ്ടില്ല. കർത്താവിന്റെ ഹൃദയം കീറിയതാണ് കാണേണ്ടത്. അത് കാണണമെങ്കിൽ ഹെബ്രായരുടെ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിലെ 19-ഉം 20-ഉം വചനം വായിച്ചു നോക്കുക. എന്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിരിപ്പിലൂടെ നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. അവന്റെ ശരീരം കീറിയപ്പോൾ സജീവവും നവീനവുമായ ഒരു പാത, അതായത് ഒരു പുതിയ പാത തുറന്നു തന്നിരിക്കുന്നു. വിശുദ്ധ സ്ഥലത്ത് നമുക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അവിടെ വിരിയിട്ട് മൂടിയിരുന്നതാണ്. അവിടേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരുടെ കൂടെയാണ് പ്രവേശിക്കുന്നത്? ദൈവഭവനത്തിന്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. മെൽക്കീസെദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കൂടെ പ്രവേശിച്ച് ബലിയർപ്പിക്കുകയാ. ബലിയർപ്പിക്കാൻ ഒരു പുരോഹിതൻ മാത്രമല്ല നീ പഴയ നിയമത്തിൽ കാണുന്നത്. പുരോഹിത ഗണവും മഹാപുരോഹിതനും കൂടിയാണ് ബലിയർപ്പിക്കുന്നത്. അതുകൊണ്ട് മഹാപുരോഹിതനായ യേശുവിന്റെ പ്രതിനിധിയായിട്ട് വൈദികൻ അവിടെ നിൽക്കും. പുരോഹിത ഗണത്തിൽപ്പെട്ട നീയും അവിടെയുണ്ടാകും. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ബലിയർപ്പിക്കും. അതുകൊണ്ട് വിരി കീറിയപ്പോൾ പൗരോഹിത്യം അവസാനിക്കുകയല്ല അവിടെ ചെയ്തത്, മറിച്ച് വിരിയിലൂടെ നീയും കൂടെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. പഴയ നിയമത്തിലെ പുരോഹിതൻ അവന്റെ ആയുസ് തീരുമ്പോൾ മരിച്ചുപോകും. എന്നാൽ എന്നേക്കും മഹാപുരോഹിതനായ യേശുക്രിസ്തുവാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. പുരോഹിത ഗണത്തിലേക്ക് നിന്നെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞത് നിത്യത വരെ നീയും അവന്റെ കൂടെ ജീവിക്കണമെന്നാണ്. അപ്പോൾ നീയും എന്നേക്കും ഈശോയുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ പൗരോഹിത്യത്തിന് വില കുറയുകയല്ല, വില കൂടുകയാണ് ചെയ്തത്. പണ്ടത്തേക്കാൾ 100 ഇരട്ടിയായി പൗരോഹിത്യത്തിന്റെ മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പൗരോഹിത്യം അവസാനിച്ചുവെന്നല്ല പറയേണ്ടത്, പൗരോഹിത്യം ശ്രേഷ്ഠമായി എന്നാണ് പറയേണ്ടത്. മനുഷ്യരിൽ നിന്നും ദൈവികതയിലേക്ക് പൗരോഹിത്യം മാറിയെന്ന് വേണം പറയാൻ. പൗരോഹിത്യത്തിന് വില കുറയുകയല്ല ചെയ്തത്. നിത്യപുരോഹിതനായ ഈശോയുടെ കൂടെ പുരോഹിത ഗണത്തിൽപ്പെട്ട നമ്മളും നിത്യത വരെ ഉയരുകയാണ് ചെയ്തത്.
നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിനക്ക് ഇഷ്ടം പോലെ വസ്തുക്കൾ എടുക്കാം. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു വൈദികനെയെങ്കിലും കൊണ്ടുവരാമോ? ഒരേ ഒരു വൈദികനെ മാത്രം. ഒത്തിരി സാധനം എടുക്കാമല്ലോ. കാരണം ഒരു വൈദികൻ വിശുദ്ധനായാൽ ദേശം വിശുദ്ധമായിരിക്കും. നശിച്ചു പോയാൽ ദേശം നശിച്ചു പോകും. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യാമോ? ഞാൻ പറഞ്ഞു, ചെയ്യാം. എന്നാൽ ചിലപ്പോൾ നീ പറയുമായിരിക്കും, വൈദികൻ മരിച്ചുപോയാൽ എനിക്കെന്താ? അച്ഛന് എന്നേക്കാളൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ? അപ്പോൾ മനഃപൂർവ്വമല്ലേ ചെയ്തത്? നശിക്കട്ടെ എന്ന് ഒരുപക്ഷെ നീ പറയുമായിരിക്കും. അങ്ങനെ പറയുമ്പോൾ നീ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ കാര്യം. ഒരു വൈദികൻ നശിച്ചു പോയാൽ ദേശം മുഴുവൻ നശിച്ചു പോകും. അങ്ങനെ ദേശം നശിച്ചു പോയാൽ നശിച്ചു പോകുന്ന ദേശത്തല്ലേ നീ വസിക്കുന്നത്? അപ്പോൾ വൈദികന്റെ നാശം നിന്റെയും നാശമാണ്. നീയും നിന്റെ തലമുറകളും നശിച്ചു പോകും. അതുകൊണ്ട് ഒരു വൈദികൻ തെറ്റു ചെയ്താൽ അത് അറിയിക്കാൻ വേണ്ടി നാട്ടുകാരുടെ അടുത്തേക്ക് ഓടേണ്ട. ദാസന് തെറ്റു പറ്റുമ്പോൾ ദാസന്റെ അടുത്തേക്ക് പോകുന്നതിലും നല്ലത് യജമാനന്റെ അടുത്ത് ചെല്ലുന്നതാണ്. എന്നിട്ട് ഓടി ദൈവസന്നിധിയിലെത്തി മുട്ടുമടക്കി കർത്താവിനോട് പറയുക, കർത്താവേ, നിന്റെ ദാസൻ വീണുപോയി, കൈ കൊടുത്ത് സഹായിക്കണമേ എന്ന് നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എന്നാൽ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ രൂപത്തിൽ പരദൂഷണവും കൂടി ചിലയിടത്തെങ്കിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നീ അറിഞ്ഞത് മറ്റുള്ളവരോട് അറിയിക്കാൻ പോകാതെ ദൈവത്തോട് വിശുദ്ധീകരണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ ഇത് ഏജന്റുമാരോട് പറഞ്ഞു നടക്കും പോലെ കണ്ണിൽ കാണുന്നവരോട് അറിഞ്ഞോ എന്ന് ചോദിച്ച് പറഞ്ഞു നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നീ മുട്ടുകുത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു വൈദികനു വേണ്ടി നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിത്യത വരെയും ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും. അവസാന വിധിയുടെ സമയത്ത് പോലും ഞാൻ ആ കാര്യം ഓർക്കും. ഇത് നീ പ്രത്യേകം ഓർത്തുകൊള്ളുക. പൗരോഹിത്യം അതിസ്വാഭാവികമായ വിളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുവായിരിക്കും. നീയും അതറിഞ്ഞ് വൈദികനോട് പെരുമാറുക. വൈദികൻ ബലിയർപ്പിക്കാൻ വരുമ്പോൾ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അവനെ പൊതിയുകയാണ്. അപ്പോൾ ഞാനോർത്തു, എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ പൊതിഞ്ഞു കെട്ടുമല്ലോ, അതുപോലെ പൊതിയുകയാണെന്ന് ഓർത്തു. ഈശോ പറഞ്ഞു, മോളെ, നീ മനസ്സിലാക്കിയതുപോലെയല്ല. ഇവിടേക്ക് നോക്കുക. തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഒരു വൈദികനെ എനിക്കു കാണിച്ചു തന്നപ്പോൾ ഒരു നീലപ്രകാശം ഒരു ഷെയ്ഡായിട്ട് വൈദികന്റെ പുറമെ തെളിഞ്ഞു വന്നു. കട്ടി കൂടിയ ഒരു പ്രകാശം. പിന്നെ അതിന് വീതി കൂടിക്കൂടി വന്നു. തിരുവസ്ത്രങ്ങൾ മുഴുവൻ അണിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രകാശം വൈദികന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ വൈദികൻ ഒരു നീലപ്രകാശമായി മാറി. ഈശോ പറഞ്ഞു, ഇപ്പോൾ നീ കണ്ടോ? നീ വിചാരിച്ചതുപോലെ പുറമേ അങ്ങ് പൊതിയുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവന്റെ ശരീരത്തിലെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്നത് എന്റെ ചൈതന്യമാണ്. അതുകൊണ്ടാണ് അവൻ ഓസ്തിയെടുത്ത് ഉയർത്തിക്കൊണ്ട് പറയുന്നത്, ഇതെന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ. ഞാൻ തന്നെയാണ് ബലി അർപ്പിക്കുന്നത്. അതുകൊണ്ടാ ഇതെന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിനെന്ന് പറയുന്നത്. ഞാൻ തന്നെയാണ് ബലി അർപ്പിക്കുന്നതെന്ന് നീ മനസ്സിലാക്കുക. വാക്കുകൾ കേൾക്കുമ്പോൾ വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ ഒരേ സമയം തന്നെ വൈദികൻ മനുഷ്യനും ദൈവവുമാണ്. ഈശോ ഒരേ സമയം തന്നെ ദൈവവും മനുഷ്യനുമായിരുന്നതുപോലെ വൈദികനും അങ്ങനെ തന്നെയാണ്. ബലിയർപ്പിക്കുന്ന സമയത്ത് ഈശോ തന്നെയാണ് വൈദികനിലൂടെ ബലിയർപ്പിക്കുന്നത്. എന്നാൽ ആ വൈദികൻ തനിക്കറിയാവുന്ന മനുഷ്യനുമാണ്. ഇതു നീ ഓർത്തുകൊള്ളുക. എല്ലാ ദിവസവും കുമ്പസാരിച്ചാലും നിന്റെ ഹൃദയം ഒരു കാലിത്തൊഴുത്തുപോലെ വൃത്തികെട്ടതാണ്. കുമ്പസാരക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റു പോകുമ്പോൾ നീ പാപം ചെയ്യും. അതുകൊണ്ട് നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തെ ആദ്യത്തെ പുൽക്കൂട് പണിതത് യൗസേപ്പിതാവും പരിശുദ്ധ അമ്മയും കൂടിയാണ്. പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും കൂടി പണിത പുൽക്കൂട്ടിൽ ഈശോ പിറക്കുകയും ചെയ്യും. അപ്പോൾ ബലിയർപ്പണം കഴിയുമ്പോൾ ഈശോ നിന്റെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരും. അങ്ങനെ ഈശോ നിന്റെ ഹൃദയത്തിൽ പിറക്കാൻ പോവുകയാണ്. അപ്പോൾ നീ പറയണം, എന്റെ പരിശുദ്ധ അമ്മേ, എന്റെ യൗസേപ്പിതാവേ, എന്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് പിറക്കുവാൻ ഒരു പുൽക്കൂട് പണിതു തരാമോ എന്ന് ചോദിക്കണം. തരണമെന്ന് പറയണ്ട, തരാമോ എന്ന് തന്നെ ചോദിക്കുക. കാരണം എന്റെ അമ്മയോടെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് പറഞ്ഞ് പഠിക്കുമല്ലോ. നിനക്ക് അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ ആജ്ഞാപിച്ചേ ശീലമുള്ളൂ. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ചോദിച്ച് പഠിക്കണം. അങ്ങനെ പറയുമ്പോൾ അമ്മയും യൗസേപ്പ് പിതാവും കൂടി നിന്റെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് പണിയും. അവർ പണിയുന്ന പുൽക്കൂട്ടിൽ ഈശോ പിറക്കുകയും ചെയ്യും. അങ്ങനെ പുൽക്കൂട് പണിയാൻ ഏൽപ്പിച്ചതിനു ശേഷം
എന്നോട് ചേർന്ന് വന്ന് ബലിയർപ്പിക്കാൻ നിൽക്കുക. ഈ സമയത്ത് നീ മനസ്സിലാക്കേണ്ടത് 10 വൈദികർ ഒരുമിച്ച് തമ്പുരാന്റെ കൂടെ ബലിയർപ്പിക്കുകയാണെങ്കിൽ ഇനി 10 പേരും കൂടി ഒരുമിച്ച് ഈ കാസയിൽ പിടിക്കുകയില്ലല്ലോ. മെത്രാൻ മാത്രമാണ് അത് ചെയ്യുക. പക്ഷേ പുരോഹിതന്മാർക്ക് ആർക്കെങ്കിലും പൗരോഹിത്യത്തിൽ വല്ല കുറവും ഉണ്ടോ? ഇല്ല. ഇതുപോലെ മഹാപുരോഹിതനായ എന്റെ കൂടെ നീ ബലിയർപ്പിക്കണമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പൗരോഹിത്യത്തിന് ദൈവസന്നിധിയിൽ കുറവൊന്നും വന്നിട്ടില്ല. അങ്ങനെ അച്ഛനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അടുത്ത പള്ളിയിൽ പോയി ബലിയർപ്പിക്കാമെന്ന് നീ വിചാരിക്കേണ്ട. അങ്ങനെ നീ അവിടെ ചെന്നാലും ബലിയർപ്പിക്കുന്നത് ഈശോ തന്നെയാണ്. അതുകൊണ്ട് നിനക്കോ നിന്റെ കുടുംബത്തിലുള്ളവർക്കോ എന്തെങ്കിലും പ്രശ്നം വൈദികനുമായിട്ടുണ്ടെങ്കിൽ ചെന്ന് ക്ഷമ ചോദിച്ചു കൊള്ളുക. എന്നിട്ട് നീയും നിന്റെ ദേശവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. ഇല്ലെങ്കിൽ നീയും നിന്റെ ദേശവും ശപിക്കപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് ആര് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. നീ അന്ന് ചെന്ന് ക്ഷമ ചോദിച്ചോണം. വൈദികരോട് വലിയ ആദരവോടുകൂടി പെരുമാറണം. ഇനി വന്ന് എന്റെ കൂടെ ബലി പൂർത്തിയാക്കുക. ബലിയർപ്പിക്കാൻ ഈശോ വന്ന് നിന്നു കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, കണ്ടോ, ബലിപീഠത്തിൽ പരിശുദ്ധ അമ്മ വന്ന് കാത്തുനിന്നില്ലെങ്കിൽ അവിടെയൊരു ബലി ഒരിക്കലും പൂർണ്ണതയിൽ അർപ്പിക്കപ്പെടുന്നില്ല. കാരണം എന്റെ ജീവിതം ബലിയായി തീർന്നപ്പോൾ എന്റെ അമ്മയുടെ സാന്നിധ്യം എനിക്ക് വേണമായിരുന്നെങ്കിൽ നിന്റെ ജീവിതം ബലിയായി തീരുമ്പോൾ എന്റെ അമ്മയുടെ സാന്നിധ്യമില്ലാതെ നീ എങ്ങനെ ബലിയർപ്പിക്കാനാണ്? അതുകൊണ്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ വിശ്വസിച്ച് നന്ദി പറയുക. വിശുദ്ധർക്കും മാലാഖമാർക്കുമെല്ലാം നന്ദി പറയണം. അവരെല്ലാം നിന്റെ കൂടെ ഈ ബലി അർപ്പിക്കാനുണ്ട്. പിതാവേ, ഈ ബലി സ്വീകരിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്നുയരുന്ന നിലവിളിയോടുകൂടി അവിടെ നിൽക്കുക. അങ്ങനെ നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ദൈവം നിന്റെ ബലി സ്വീകരിക്കുക. പ്രസംഗം വരെയും ഈശോ കൂടെ നിന്ന് ബലി അർപ്പിച്ചപ്പോൾ പറഞ്ഞു, മോളെ, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം എന്നൊക്കെ പാടുമ്പോൾ നീ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അനുരഞ്ജനപ്പെട്ട് ബലിപീഠമൊരുക്കിയിട്ടൊക്കെയാണ് ബലിയർപ്പിക്കേണ്ടതെന്ന്. ഞാനത് പണ്ടേ എഴുതി വച്ചിരുന്നു. നിനക്ക് മനസ്സിലായില്ലെന്നേയുള്ളൂ. ഇനി അനുരഞ്ജനപ്പെട്ടുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ബലി ആരംഭിക്കുന്നത്. ആ കാര്യമൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. എന്നാൽ ബലിയർപ്പിക്കാൻ ഞാൻ നിന്നെ എന്തുമാത്രം പിടിച്ചു വലിച്ചുകൊണ്ട് നിർത്തിക്കഴിഞ്ഞാലും നിനക്ക് പല വിചാരം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അങ്ങനെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഓരോ സാധനം പെറുക്കാനായി ഇറങ്ങിപ്പോകും. അങ്ങനെ നീ ഇറങ്ങിപ്പോയാൽ അച്ഛൻ കുർബാനയ്ക്കിടയിൽ ഇറങ്ങിപ്പോകുന്നത് പോലെ തന്നെയാണ്. നിന്റെ പല വിചാരം കൊണ്ട് നിന്നാലും അങ്ങനെയാണ്. അതുകൊണ്ട് നിനക്കിങ്ങനെ പല വിചാരം വരാതിരിക്കാനും ഇറങ്ങിപ്പോകാതിരിക്കാനും വേണ്ടി എന്റെ ദൂതനെ നിന്റെ അടുത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. അവൻ പറയും, സമാധാനം നമ്മോട് കൂടെ. എന്നുവച്ചാൽ കർത്താവ് നിന്റെ അടുത്ത് നിൽപ്പുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇടയ്ക്കെങ്ങാനും പല വിചാരം വന്നു പോയാലോ എന്ന് വിചാരിച്ചാണ് പരിശുദ്ധാത്മാവിൽ ഞാനിത് എഴുതി വച്ചിരിക്കുന്നത്. നീ ഇറങ്ങിപ്പോയാലും ഇതു കേൾക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരിക. ഈശോ അടുത്ത് ഉണ്ടല്ലോ എന്ന് ഓർത്തു തിരിച്ചു വരിക. ബലി തുടരുക. അങ്ങനെ നിന്നെ ഞാൻ എത്രമാത്രം സഹായിക്കുന്നു ഒരു ബലി അർപ്പിക്കാൻ. അപ്പോൾ അതിന്റെ ശ്രേഷ്ഠത എത്ര വലുതാണെന്ന് നീ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. വെറുതെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, ബലിയർപ്പിക്കാൻ തന്നെയാണ് പറഞ്ഞത്. ബലി അവസാനിച്ചില്ല. എന്റെ ഒരു ബലി ഞാൻ കാണിച്ചു തന്നു. നിന്റെ ബലി അവസാനിച്ചിട്ടില്ല. ഇനി നിന്റെ ബലി എന്നോടുകൂടി എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്നോടൊപ്പം നിന്ന് ബലിയർപ്പിക്കുക. ഇനി പ്രസംഗം കഴിഞ്ഞ് ദൈവരാജ്യത്തെക്കുറിച്ച് മനോഹരമായി ഈശോ പ്രസംഗിച്ചു. ഈശോ പറഞ്ഞു, നിന്റെ പ്രസംഗങ്ങളെല്ലാം ദൈവരാജ്യത്തെ തൊട്ടു പോകണം. കാരണം പ്രത്യാശ നൽകുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകളിലാണ് എപ്പോഴും ക്രൈസ്തവ ജീവിതം അടങ്ങിയിരിക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രത്യാശ എപ്പോഴും ദൈവരാജ്യത്തിലാണ്. ഈശോയുടെ കൂടെ വാഴുന്ന ആ ജീവിതത്തിന് വേണ്ടിയാണ് ഭൂമിയിൽ ഈ എല്ലാ കാര്യങ്ങളും ഒരുക്കപ്പെടുന്നത്. ഈ ബലി പോലും ദൈവരാജ്യത്തിലെ ജീവിതത്തിന് വേണ്ടിയാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തോടു കൂടെ നീ അവിടെ വസിക്കുന്നതിന്റെ ഒരു ഓർമ്മയാണ് നീ ഇവിടെ ആഘോഷിക്കുന്നത്. അത് നീ അനുഭവിക്കുകയാണ് ഇവിടെ. അതിനുവേണ്ടി തിരുസഭ എല്ലാം ഒരുക്കിയിരിക്കുന്നു. അനുഭവിച്ച് ആഘോഷിക്കുന്നതിനു വേണ്ടി. വെറുതെ ഒരു ഓർമ്മ മാത്രമല്ല അത്. ഈ കാര്യം കൂടി ഓർത്ത് ചെയ്യുക. പ്രസംഗം കഴിഞ്ഞ് ഈശോ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോളെ, ഊനമറ്റ കുഞ്ഞാടിനെ ബലിയർപ്പിക്കണമെന്നല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്? അതെ, ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നീ കൊണ്ടുവന്ന സാധനമൊക്കെ നീ എങ്ങനെ ബലിയർപ്പിക്കും?
എൻ്റെ ഈശോയെ, അതെല്ലാം കുറവുള്ള സാധനങ്ങളാ. അതൊന്ന് മാറിക്കിട്ടുമല്ലോ എന്നോർത്താണ് ഞാൻ കൊണ്ടുവന്നത് തന്നെ. ഈശോ പറഞ്ഞു, മോളെ, സാധനം മാറിക്കിട്ടാൻ വേണ്ടി ബലിയർപ്പിക്കാൻ ഇങ്ങു പോരരുത്. പരിശുദ്ധ കുർബാന കൊണ്ട് ഒരു മാജിക്ക് കളിക്കാമെന്ന് വിചാരിക്കരുത്. ഒരു സാധനം കൊണ്ടുവച്ച് വേറെ സാധനം എടുക്കുന്നത് മാജിക്ക് കളിക്കുമ്പോഴാണ്. പരിശുദ്ധ കുർബാന മാജിക്ക് കളിക്കാനുള്ളതല്ല. അർത്ഥം മനസ്സിലാക്കി ശ്രദ്ധയോടെ ബലിയർപ്പിച്ചോട്ടെ എന്നു കരുതി ഞാൻ ഇതൊക്കെ നിനക്ക് പറഞ്ഞു തന്നേയുള്ളൂ. അതുകൊണ്ട് കാഴ്ച വസ്തുക്കൾ ഇങ്ങോട്ട് തന്നുകൊള്ളുക. അതിൽ എന്തു മാറ്റം വരുത്തണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും. സ്നേഹത്തോടെ അർത്ഥം മനസ്സിലാക്കി ബലിയർപ്പിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നീ ചോദിക്കുന്നത് തരാൻ തയ്യാറാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്താൽ നീ ആഗ്രഹിക്കുന്നതെന്തും തരാൻ എനിക്ക് മനസ്സാണ്.